Look, we are women. നോക്കൂ, നമ്മൾ എല്ലാവരും സ്ത്രീകളാണ്. No matter who we are, no matter which family we come from, no matter what our social situation is, if we are working, our work doesn't end when we come home. നമ്മൾ ഏത് സമൂഹത്തിൽ ജീവിക്കുന്നു എന്നല്ല, ഏത് കുടുംബത്തിൽ നിന്ന് വരുന്നല്ല, ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നു മാത്രമല്ല, പക്ഷെ നമ്മളുടെ പ്രവർത്തനങ്ങൾ, ആ പുറത്തുള്ള പ്രവർത്തനങ്ങൾ കഴിയുമ്പോൾ അവിടെ അവസാനിക്കുന്നില്ല. Men come home from work, what do? They rest. ആണുങ്ങൾ തൊഴിൽ കഴിഞ്ഞു വന്നാൽ പിന്നെ എന്താ ചെയ്യുന്നത്? വീട്ടിൽ വിശ്രമിക്കും. Work finished, they come home, they relax. All of you relax. അവരുടെ പ്രവർത്തനം തീർന്നു. ഇവിടെ ഇരിക്കുന്നവരെ പോലെ വീട്ടിലേക്ക് അവരുടെ ഭാര്യ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി കൊണ്ടുചെല്ലണം. Wife will come home from work and she'll say, what is there? What is cooking? What will you eat? Will you have something? Shall I bring you tea? Are you okay? She will ask about the children. Children will have homework. She'll check, have they done their homework? She'll help them with the work. House needs to be cleaned. She'll clean the house. Food needs to be cooked. She'll cook the food. She will go to sleep after every single member of her family has gone to sleep and she has checked that everybody is okay. ഭാര്യ വീട്ടിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞാൽ ഭർത്താവ് അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് ഭക്ഷണം കഴിച്ചോ എന്ന് നോക്കണം, ചായ കുടിച്ചോ എന്ന് നോക്കണം, അവർക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കണം, കുട്ടികളുടെ കാര്യം മുഴുവൻ നോക്കണം, ആ വീട് വൃത്തിയായി പരിപാലിക്കണം, അതുപോലെ വീട്ടിനകത്തുള്ള മുഴുവൻ കാര്യങ്ങൾ നോക്കണം. അവൾ ഉറങ്ങാൻ പോകുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാ മനുഷ്യരുടെയും അവസ്ഥ എന്താണെന്നും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം മാത്രമാണ് അവൾക്ക് ഉറങ്ങാൻ കഴിയുക. And I was talking to my sisters over there. I was telling her, you have dark circles under your eyes. ഞാൻ എന്റെ സഹോദരിമാരോട് സംസാരിക്കുമ്പോൾ ഞാൻ പറയുകയായിരുന്നു, അവരുടെ കണ്ണിന് ചുറ്റും കറുത്ത. എനിക്കുമുണ്ട്. There she is. She's exhausted. She's exhausted. She's telling me, they're physically exhausted. They're mentally exhausted. അവർ ക്ഷീണിതരാണ്. അവർ എന്നോട് പറയുകയായിരുന്നു, ഞാൻ ശാരീരികമായി ഞാൻ ക്ഷീണിതയാണ്, ഞാൻ മാനസികമായി ക്ഷീണിതയാണ്. അവർ അത്രമാത്രം ക്ഷീണിതയാണ്. Because my sisters, every one of you sitting here is carrying a huge burden on your shoulders. കാരണം ഈ എന്റെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ സഹോദരിമാരും നിങ്ങളുടെ ചുമലുകളിൽ വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഏറ്റെടുത്ത് വെച്ചിരിക്കുന്നത്. Our society cannot move without us. ഒരു സമൂഹത്തിന് നമ്മളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. Our children, our next generation cannot be brought up without us. നമ്മുടെ കുട്ടികൾ, അടുത്ത തലമുറയെ നമ്മളില്ലാതെ അടുത്ത തലമുറയെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. We are the real workforce. നമ്മളാണ് യഥാർത്ഥത്തിലുള്ള ചാലകശക്തി. We work outside in the fields, we work in offices, we work in schools. All of you have different areas of your work and you come home and you work. You work for society, you work for the family. നമ്മൾ എല്ലാവരും പുറത്തു പണിയെടുക്കുന്നു. നമ്മൾ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നു, നമ്മുടെ സ്കൂളുകളിൽ പണിയെടുക്കുന്നു, മറ്റു തൊഴിലിടങ്ങളിൽ നമ്മൾ പണിയെടുക്കുന്നു. പുറത്തുള്ള എല്ലാ തൊഴിലിനും ശേഷം നമ്മൾ വീട്ടിൽ വന്ന് വീട്ടിൽ പണിയെടുക്കുന്നു. സമൂഹത്തിന് വേണ്ടി ഇത്രമാത്രം ത്യാഗം ചെയ്യുന്ന ഒരു സമൂഹമാണ് സ്ത്രീ. And so what is the most important thing for you to understand today? അതുകൊണ്ട് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? It is to understand your own worth. നമ്മൾ നമ്മുടെ തന്നെ എത്രമാത്രം നമ്മൾ മൂല്യമുള്ളവരാണ് എന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. Not just your worth as a woman, not just your worth in your family, not just your worth as a mother, as somebody who goes out and works in service of the community or to earn their own money or whatever your profession may be. നിങ്ങളുടെ വീടിനു വേണ്ടി, നിങ്ങളുടെ സമൂഹത്തിനു വേണ്ടി, നിങ്ങൾ വീടിനകത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു മൂല്യം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. But what I want you to understand is your worth and your value as a political force. പക്ഷെ ഞാൻ നിങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ഒരു മൂല്യം, നിങ്ങളുടെ ഒരു കൂട്ടായ്മ, ഒരു രാഷ്ട്രീയ ശക്തി എന്ന നിലയിൽ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നതാണ്. So that nobody can exploit you the way the ASHA workers are being exploited. അതുകൊണ്ട് നമ്മുടെ ആശാവർക്കർമാരെ ചൂഷണം ചെയ്യുന്ന പോലെ നിങ്ങളെ ഒരാളെയും ചൂഷണം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയാണത്. Please understand that you are 50% of our population. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജനസംഖ്യയുടെ 50% മുകളിലാണ്.
every family, every household is 50% female. എല്ലാ വീടുകൾ, എല്ലാ കുടുംബങ്ങളും 50% മേലെ സ്ത്രീകളാണ്. So when we see this she power, it is us who have to understand what does this mean.